ഹായ് ഹലോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് നോർമൽ ക്രിസ്മസ് ട്രീ ഗ്രീൻ കളർ ഒക്കെ ആണല്ലോ, വൈറ്റ് കളറും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും ഇത് കുറച്ച് കൂടിയ വൈറ്റ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ മഞ്ഞിൽ വീണ് പൊതിഞ്ഞിരിക്കുന്നൊരു ക്രിസ്മസ് ട്രീ, അതാണ് ഉദ്ദേശം. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ നമുക്ക് ആകെ വേണ്ടത് ഒരു വൈറ്റ് കളർ ഫോമെന്നോ സ്പോഞ്ചെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ പറയാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉണ്ട്, ഒരു ഫോം കണക്ക് സാധനം തന്നെയാണ്, അധികം കട്ടിയൊന്നുമില്ലാത്തൊരു സാധനം. അതിങ്ങനെ ഒന്ന് മടക്കുക, നീളത്തിൽ 4 മുളകാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കൊന്ന് മടക്കുക, ഒരു 3 ഇഞ്ച് വീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന കമ്പിയില്ലോ, നൂൽക്കമ്പിയിലോ അല്ലെങ്കിൽ ഫ്ലവറിങ് ആ ചെയ്യുന്ന കമ്പിയിലോ എന്തെങ്കിലും കമ്പി എടുക്കുക, അതിങ്ങനെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളറിലെ ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർട്ടൺ എടുക്കാം. കാർട്ടണിൽ വേണമെങ്കിലെന്നല്ല, കാർട്ടൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം നമ്മൾ വൈറ്റ് കളർ A4 ബോണ്ട് പേപ്പറോ എന്തെങ്കിലും പേപ്പർ അതേലൊന്ന് കവർ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറ് സ്പോഞ്ചാണേ, അല്ല സ്പോഞ്ചോ ഫോമോ എന്തെങ്കിലും അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കിന് അതിങ്ങനെ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കിന് കാർട്ടൺ ബോക്സിൻ്റെ ഒരു കളറാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇതായിട്ട് നിൽക്കും, ഒരു വൃത്തിയായിട്ട് നിൽക്കും. അപ്പോൾ മാക്സിമം കാർട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യുക, അപ്പോൾ ഒന്നൊരു ഭംഗിയായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക. അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാര്യം വെച്ച് കഴിഞ്ഞാൽ പലരുടെ കയ്യിലും പല അളവിലായിരിക്കും സാധനങ്ങളിരിക്കുന്നത്, പിന്നെ പലർക്കും പല ഹൈറ്റിലായിരിക്കണം വേണമെന്നൊക്കെ കാണുമായിരിക്കും. അപ്പം ഞാൻ എന്നാണല്ലോ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കണക്കിന് ഞാനൊരു അളവ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ അളവ് നോക്കി ചെയ്യുക, കയ്യിലുള്ള സാധനത്തിൻ്റെ അളവ് നോക്കി ചെയ്യുക. അപ്പം ഞാൻ ഒരു അളവിന് ഇങ്ങനെ 4 പീസ് വൈറ്റ് ബോർഡ് എടുത്ത് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടാണ്. പേപ്പർ ആയാലും മാസ്കിൻ ടേപ്പ് മതി. മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇരിക്കത്തില്ല, ഇളകിപ്പോരും. അപ്പം മാക്സിമം ആ 4 പീസ് ക്യൂബായിട്ടൊന്ന് ട്രയാങ്കിളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക 2 സൈഡും. എന്നിട്ട് നമ്മുടെ ഈ കോർത്തെടുത്ത മാലയില്ലേ, ഇത് കുറച്ച് അധികം നേരം ഇരുന്ന് പണി പെട്ടാലേ ഇത്രയും നമുക്ക് കോർത്തെടുക്കാൻ പറ്റുള്ളൂ. അത് മാക്സിമം തിക്കായിട്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ ബോറായിരിക്കും. മാക്സിമം നല്ല പുണക്ക് തിക്കായിട്ട് എടുത്ത് കോർക്കുക. പിന്നെ ഈ സാധനം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിത് കുറച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ സാധനം തീർന്നു പോയി. പിന്നെ ഞാൻ കണ്ട് ആക്രി വരെ തപ്പിയെടുത്തിട്ടാണ് ഈ പരുവത്തിൽ ഇതിനൊന്ന് ഒപ്പിച്ചെടുത്തത്. അപ്പം നല്ല ക്ഷമ വേണം. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൂർത്തിയാക്കി എടുക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അയ്യോ അതൊരു വല്ലാത്ത സാധനം തന്നെ കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് എടുത്തപ്പോൾ എങ്ങനെ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു സന്തോഷം തോന്നി, ഞാൻ തന്നെയാണ് ഇതുണ്ടാക്കിയത് എന്നൊരു ഫീലായിരുന്നു എനിക്ക്. അപ്പം സാധനം ഞാൻ കൊള്ളാം. ആദ്യം ഇങ്ങനെ ചുറ്റിയെടുത്തപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഇതൊരു രസമില്ലല്ലോ. പിന്നെ അത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുത്തപ്പോൾ എൻ്റെ മോനെ എങ്ങനെയുണ്ട്, സാധനം സെറ്റല്ലേ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്, അതൊക്കെ ഇട്ട് വലിയ നമുക്ക് വീഡിയോ വരുത്താലോ. അപ്പോൾ സാധനം എങ്ങനെയുണ്ട്, സെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഈ ക്രിസ്മസിന് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ.